മുഖത്തിന് ശേഷം കേരളത്തിൽ സുന്നികൾ ശക്തമായി പണ്ഡിതന്മാരൊരു കാര്യം വാദിച്ചു നോക്കി. എന്താ അത്? ഞങ്ങൾ അല്ലാഹുവിന്റെ അടിമകളോട് പ്രാർത്ഥിക്കണില്ല. സ്ത്രീകളെ പ്രത്യേകം മനസ്സിലാക്കണം. ഞങ്ങള് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണില്ല, ഞങ്ങൾ അവരോട് സഹായം തേടുകയാണ് എന്ന് പറഞ്ഞപ്പോ നമ്മളെന്ത് പറഞ്ഞ അല്ല. ഇനി ഞാൻ പറയുന്ന പോയിന്റ് ശരിക്കും ശ്രദ്ധിക്കണം. അല്ല, നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ തെളിവ്? ഇതാ, ചില ഉസ്താദുമാർ നബീനോട് പ്രാർത്ഥിക്കുന്ന നേരിട്ടുള്ള രംഗം കണ്ടോളി എന്ന് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ആളുകളോട് പറഞ്ഞു, കാണിച്ചു കൊടുത്തു, കേൾപ്പിച്ചു കൊടുത്തു. അതിലെന്തായിരുന്നു? എല്ലാവരും, ഞാൻ ഈ പറയുന്ന നിങ്ങൾ മനസ്സ് കുത്തിവെച്ച് എല്ലാവരും ചർച്ച ചെയ്യണം. എല്ലാ സദസ്സിലും നമ്മൾ ഇട്ട് കേൾപ്പിച്ചു കൊടുത്തു. സുന്നികൾ പിന്നെ മിണ്ടിയില്ല. ഒരുപാട് ആളുകൾ അതിന്റെ പേരിൽ ഹിദായത്തിലായി, അല്ലേ? ഒരുപാട് ആളുകൾ അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലായി. രണ്ട് മൊയ്ലിയന്മാരുടെ, ഒന്നൊരു തങ്ങളും ഒന്ന് വേറൊരാളും. അതിൽ ആ തങ്ങളുടെ പ്രാർത്ഥന മറക്കൂല ആരും മനസ്സിൽ. ആ ശബ്ദം പോലും ആളുകൾ മറക്കൂല. എത്ര നേരമായി തങ്ങളെ കാണുന്നില്ല, തങ്ങളെ ടിക്കറ്റ് കൊടുത്ത തങ്ങളെ ഞങ്ങളെ കാണുന്നില്ല തങ്ങളെ എന്ന് വെച്ചിട്ട് ശരിക്കും പ്രാർത്ഥിക്കണം. ഇത് നമ്മൾ ഇട്ട് കേൾപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഉറപ്പാണല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്റെ ചോദ്യം ഇതാണ്, എല്ലാവരും ശ്രദ്ധിച്ചോളിട്ടോ. അടുത്ത ചോദ്യം എന്താ അറിയോ? ഏതെങ്കിലും ഒരു AP സുന്നിക്ക്, EK സുന്നിക്ക്, മടവൂർ വിഭാഗത്തിന് ജിന്നുകളോട് പ്രാർത്ഥിക്കുന്ന ഒരു ടീം KNM-ൽ ഉണ്ട് എന്നാണല്ലോ പ്രചരണം. ഒരൊറ്റ ക്ലിപ്പിംഗ് വെല്ലുവിളിക്കാങ്ങളെ, എത്ര നേരമായി ജിന്നേ ഞങ്ങൾ കാത്തിക്കുന്നു, ജിന്നേ ഞങ്ങളെ കാണുന്നില്ലേ, ജിന്നേ സഹായിക്കണേ, ജിന്നേ കുട്ടികളെ തരണേ, ജിന്നേ എന്ന് ഒരു സലാഹിന്റെ നേതൃത്വത്തിലോ ഒരു സെലഫിന്റെ നേതൃത്വത്തിലോ ഇവിടെ ഉണ്ടായോ? 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 ഒരൊറ്റ ക്ലിപ്പിംഗ് ആകാശത്തിന്റെ വീട്ടിൽ ആണായി പറഞ്ഞ ഒരു മടവൂരി ഒരു സമസ്തക്കാരൻ ഇടുവോ? പിന്നെന്തിനീ തോന്നിയാസം പറയണം? പിന്നെന്തിനീ തോന്നിയാസം മുസ്ലിങ്ങളെ നേരെ പറയണം? മുവഹിദുകളെ നേരെ ഈ തോന്നിയാസം എന്തിനു പറയണം? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങൾ ചോദിക്കും. ഒരാളെ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരാളെ കേരള ജമിയത്തുൽ ഉലമയെ അംഗീകരിക്കേണ്ടവരല്ലേ നമ്മുടെ? ആ ജമിയത്തുൽ ഉലമയുടെ 19ാമത്തെ പേജ് ഇന്നലെ ഇവിടെ വായിക്കപ്പെട്ടല്ലോ. എന്ത്? അതൊരു ആരോപണമാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെയുള്ള ഒരു ആരോപണമാണ്. ആരുടെ? പുരോഹിതന്മാരുടെ. അപ്പൊ ജിന്നിനോട് തേടുന്നവർ ഇത് കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്ന ആരായാലും അവൻ പുരോഹിതനാണ്, അവൻ ദുർവ്യാഖ്യാനിക്കുന്നവനാണ്. അതാണ് കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം. തീർന്നോ? തീർന്നോ? നിങ്ങൾ ആലോചിച്ചേ, ഏതെങ്കിലും ഒരു കവലയില് ഇനി ഈ സദസ്സിലിരിക്കുന്ന മുജാഹിദുകളാണ്, അല്ലാത്തവരെ പറ്റി എല്ലാം പറയും. മുജാഹിദുകളിൽ ഏതെങ്കിലും ഒരാള് ഞങ്ങൾ ഇന്ന മൗലവിന്റെ പ്രസംഗം കേട്ട് ജിന്നിനോട് തേടാമെന്ന് ഇതുവരെ ഞങ്ങള് അത് ശിർക്കാന്നാ മനസ്സിലാക്കി, അതിൽ ശിർക്കില്ല എന്ന് ഞങ്ങൾ ഇതാ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു മുജാഹിദിനെ ഹാജരാക്ക്. ഒരൊറ്റ മുജാഹിദിനെ ഞാനിതാ ഇന്ന മൗലവിന്റെ, ഞാൻ ഇന്ന് പ്രാസംഗികന്റെ, ഇന്ന് സെലഫിന്റെ, ഇന്ന് മദനിന്റെ, ഇന്ന് സലാഹിന്റെ പ്രസംഗം കേട്ടിട്ട് ഞാനിതാ ജിന്നിനോട് തേടുന്നത് ശിർക്കല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഒരു മുജാഹിദിനെ കൊണ്ടുക. പിന്നെ എന്തിനാ തോന്നിയാസോ? എന്തിനാ? മനസ്സിലാവുണ്ടല്ലോ, ഓർക്ക് ചില ഉദ്ദേശമുണ്ട്, ഓർക്ക് ചില ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തെ കറക്റ്റായിട്ട് മനസ്സിലായിക്കൂടി. ഇവിടെ ആരും ഇല്ല അങ്ങനെ. അല്ലെ ഞാൻ പറഞ്ഞ ക്ലിപ്പിങ്ങട്ടെ, ജിന്നിനോട് തേടുന്നേ ഒരു പണ്ഡിതന്റെ നേതൃത്വത്തിൽ കുറച്ച് മുജാഹിദുകൾ, നിങ്ങളുള്ള ദാടിയില്ലേ അക്കാണുള്ള പോലെ അയോഗ്യത, അങ്ങനെയുള്ള ആളുകൾ ഒന്ന് പ്രാർത്ഥിച്ച് ഒരൊറ്റ ക്ലിപ്പിങ് ആകാശത്തിന്റെ ചൂട്ടിൽ തെളിയിക്കാൻ കഴിയുമോ? പിന്നെ എന്തിനത് പറയണത്? അപ്പോ മുജാഹിദുകളോടെ ഞാൻ പറയുന്നത്, ഇത് കേൾക്കുമ്പോ ചൂളിപ്പോയരുത്. ഒറ്റ ചോദ്യം, ഞങ്ങൾ നിങ്ങളല്ലാത്തവരോട് നേർക്കുന്ന ക്ലിപ്പിംഗ് കൊണ്ടുവരാം. ഇനിയോ നിങ്ങൾ എന്താ നോക്കേ, ജിന്നിന് കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനോട് തേടാം എന്ന് ആരാ പറഞ്ഞത്? മടപൂരികള്. അലിമല്ല അല്ലേ? അലിമല്ലയാണ് പറഞ്ഞത്. എന്ത്? ജിന്നിന് അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ടേ തേടാം. നമ്മളാ പറഞ്ഞത്. നിങ്ങൾക്ക് ആ ക്ലിപ്പിംഗ് കേട്ടവർക്ക് ഓർമ്മല്ലേ? നമ്മൾ